ഉപദേശം കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോ എഴുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അല്ലേ? ആരോ എഴുതിയ പാട്ടിൽ നമ്മൾ ഡാൻസ് കളിക്കും, ആരോ ഇട്ട സ്റ്റെപ്പ് നമ്മൾ അനുകരിക്കും, അല്ലേ? നമുക്കും ചെയ്യാൻ പറ്റില്ലേ? ആർക്കോ എഴുതാമെങ്കിൽ നമുക്കും എഴുതിക്കൂടെ? ആർക്കോ കവിത എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമാകണമെന്നുണ്ടോ നമ്മളത് പഠിക്കുന്നത്? നമുക്കും എഴുതിക്കൂടെ? നമ്മളിൽ വലിയ ചിന്തകൾ. അപ്പൊ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്, നമുക്കെല്ലാവർക്കും ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള കഴിവുകളും ഉണ്ട്. അപ്പൊ നമ്മളത് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളിലുള്ള ഈ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തുക. ചെറിയ കവിതകളെങ്കിലും 2 വരിയെങ്കിലും കവിത എഴുതിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കവിത എഴുതിയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എഴുതണം, എഴുതി നോക്കണം, എഴുതി പഠിക്കണം. ഇതൊക്കെ നമുക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഉപയോഗപ്പെടും, കൈ കൊടുക്കും. ഇതൊരു ജീവന്റെ ഉറവിടമാണ്, ഒരു സ്ഥലമാണ്, അല്ലെ? ഇവിടെ നമ്മൾ എന്ത് അവതരിപ്പിച്ചാലും ദൈവത്തിന് വളരെ ഇഷ്ടം. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും തുടർന്നുള്ള നിങ്ങളെ ഓരോ നീക്കങ്ങളും നല്ല രീതിയിൽ ആകാനും സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നൽകുകയാണ്. കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക വിധമായി എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാ അധ്യാപകർക്കും ഒക്കെ ഇനിയും തുടർന്നും പ്രവർത്തിക്കാൻ വേണ്ട കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നതാണ്. നമുക്കറിയാം സാഹിത്യ സമാജം എന്താണെന്നും ആ സാഹിത്യ സമാജ അവതരണത്തിലൂടെ ഓരോ കുട്ടികളായ നമുക്ക് ഭാവിയിൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ഒരു വേദി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രൂപതകള്, ഇടവകകള്, മതബോധനങ്ങള് ഒക്കെ ഈ സാഹിത്യ സമാജത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി. നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഇടവ വികാരി ജോസഫ് അല്ലച്ചനെ എന്റെയും മതബോധന സമിതിയുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു.